ലോക പ്രശസ്തമായ ടൂർ ഡി ഫ്രാൻസ് സൈക്കിൾ മാരത്തോൺ ആൽപ്സ് പർവ്വതനിരകളിലേക്ക് പ്രവേശിച്ച ഒരു ദിവസം. അന്നൊരു സാധാരണ ദിവസമായിരുന്നില്ല. ആൽപ്സ് പർവ്വതം അതിൻ്റെ യഥാർത്ഥ രാക്ഷസരൂപം പുറത്തെടുത്തിരുന്നു. അതുവരെ സൈക്കിൾ താരങ്ങൾക്ക് കൂട്ടായി വന്ന ഇളം വെയിലും നീലാകാശവും ഒരു ഓർമ്മ മാത്രമായി. പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ പിന്നിലായി. ആകാശം ഒരു ചാരനിറത്തിലുള്ള കമ്പിളി പുതപ്പ് പോലെ താഴേക്ക് തൂങ്ങിക്കിടന്നു. കനത്ത മഴ സൂചികൾ പോലെ ഓരോ സൈക്കിൾ താരത്തിൻ്റെയും ദേഹത്ത് തറച്ചു കയറി. ഉയരം കൂടുന്തോറും മഴ തണുത്തുറഞ്ഞ മഞ്ഞുകട്ടകളായി മാറി. ഉരുക്കു മനുഷ്യർ എന്ന് പേരു കേട്ടവർ പോലും ആ കഠിനമായ മലക്കയറ്റത്തിലും പ്രതികൂല കാലാവസ്ഥയിലും തളർന്നു പോയിരുന്നു. അവരുടെ മുഖങ്ങളിൽ വേദനയുടെയും നിസ്സഹായതയുടെയും നേർത്ത വരകൾ കാണാമായിരുന്നു. ഓരോ ചവിട്ടിലും അവർക്ക് ഓരോ യുദ്ധമായിരുന്നു. തങ്ങളുടെ ലക്ഷ്യം ഫിനിഷിംഗ് ലൈൻ ആയിരുന്നില്ല, മറിച്ച് എങ്ങനെയെങ്കിലും ആ പീഡനം നിറഞ്ഞ ദിവസം അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ, മഞ്ഞ ജേഴ്സി അണിഞ്ഞ ലാൻസ് ആംസ്ട്രോങ്, വ്യത്യസ്തനായിരുന്നു. മറ്റുള്ളവർ വേദന കൊണ്ട് മുഖം കോട്ടുമ്പോൾ ആംസ്ട്രോങ്ങിന്റെ മുഖത്ത് അസാധാരണമായ ഒരു ശ്രദ്ധയും ഏകാഗ്രതയും നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ചലനങ്ങൾക്ക് ഒരു തരം ക്രൂരമായ കൃത്യതയുണ്ടായിരുന്നു. ആംസ്ട്രോങ്ങിന്റെ ഒരു സഹതാരം തണുപ്പ് കൊണ്ട് വിറച്ച് പല്ലുകൾ കൂട്ടിയിടിച്ച് അവന്റെ അരികിലേക്ക് സൈക്കിൾ ഓടിച്ചെത്തി. ലാൻസ്, ഇതെന്തൊരു നരകമാണ്, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആംസ്ട്രോങ്ങിന്റെ ചുണ്ടിൽ ഒരു നേരിയ പുഞ്ചിരി വിടർന്നു. അദ്ദേഹം പറഞ്ഞു, സഹിക്കാൻ കഴിയുന്നില്ലെന്നോ? ഞാൻ ഈ നിമിഷത്തെ പ്രണയിക്കുകയാണ്. ആ മറുപടി കേട്ട് സഹതാരം അവിശ്വസനീയതയോടെ അദ്ദേഹത്തെ നോക്കി. ഭ്രാന്ത് പറയാതെ ലാൻസ്, ഈ മഴയും മഞ്ഞും ആർക്കാണ് ഇഷ്ടപ്പെടുക? ആംസ്ട്രോങ് മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, എനിക്കിഷ്ടമാണ്. കാരണം എനിക്കറിയാം, എൻ്റെ കൂടെ മത്സരിക്കുന്ന മറ്റൊരൊറ്റയാൾ പോലും ഇതിനെ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അവരുടെ എല്ലാം മനസ്സ് തകർന്നിരിക്കുന്നു. ഇതാണ് എൻ്റെ അവസരം. ആ വാക്കുകൾ ഒരു പ്രവചനം പോലെയായിരുന്നു. അടുത്ത നിമിഷം എല്ലാവരും തളർന്നു നിൽക്കുമ്പോൾ ആംസ്ട്രോങ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുങ്കാറ്റിനെ വെല്ലുവിളിക്കുന്നത് പോലെ മുന്നോട്ട് കുതിച്ചു. മറ്റുള്ളവരുടെ ഏറ്റവും വലിയ ബലഹീനതയെ ആംസ്ട്രോങ് തന്റെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി. ആ മത്സരം ചരിത്രമായി. വിജയത്തിന് ശേഷം പത്രപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു. ഒരാൾ ചോദിച്ചു, ആ ഭീകരമായ കാലാവസ്ഥയിൽ എല്ലാവരും തോൽവി സമ്മതിച്ചപ്പോൾ താങ്കൾക്ക് എവിടെ നിന്നാണ് ആ ഊർജം ലഭിച്ചത്? അദ്ദേഹം പറഞ്ഞ മറുപടി കായിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ പാഠങ്ങളിലൊന്നായി മാറി. ആ കൊടുങ്കാറ്റ് എൻ്റെ എതിരാളി ആയിരുന്നില്ല, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. കാരണം അത് ശാരീരികമായ കഴിവിനെ അളക്കുന്ന ഒരു മത്സരത്തെ മാനസികമായ കരുത്തിന്റെ പരീക്ഷണമാക്കി മാറ്റി. അത്തരം പരീക്ഷണങ്ങളിൽ ആരാണോ വേദനയും പ്രയാസങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്, അവൻ വിജയിക്കും. എൻ്റെ എതിരാളികൾ മഴയെ ശപിച്ചപ്പോൾ ഞാൻ അതിന് നന്ദി പറഞ്ഞു. കാരണം എനിക്കറിയാമായിരുന്നു ആ മഴ എൻ്റെ വിജയം കൊയ്യാനുള്ള നിലം ഒരുക്കുകയാണെന്ന്. ഈ പാഠം ടൂർ ഡി ഫ്രാൻസിന്റെ മലനിരകളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. നമ്മുടെയെല്ലാം ജീവിതത്തിൽ അത്തരം കൊടുങ്കാറ്റുകളുണ്ട്. പ്രതിസന്ധികളുടെ തണുത്ത മഴയും പരാജയ ഭീതിയുടെ മഞ്ഞുവീഴ്ചയും. അത്തരം നിമിഷങ്ങളിൽ ഓർക്കുക, നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ മറ്റുള്ളവരെ പോലെ ആ കാറ്റിനെയും മഴയെയും ശപിച്ച് തളർന്ന് യാത്ര പതുക്കെയാക്കാം, അല്ലെങ്കിൽ ലാൻസ് ആംസ്ട്രോങ്ങിനെ പോലെ ആ കൊടുങ്കാറ്റിന്റെ ഹൃദയത്തിലേക്ക് ഒരു പുഞ്ചിരിയോടെ നിങ്ങൾക്ക് ചവിട്ടിക്കയറാം. കാരണം മറ്റുള്ളവരെല്ലാം എവിടെ വെച്ച് തളർന്നുവോ അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ മത്സരം ആരംഭിക്കുന്നത്. യഥാർത്ഥ ചാമ്പ്യന്മാർ ജനിക്കുന്നത് വെയിലത്തല്ല, കൊടുങ്കാറ്റിന്റെ ഹൃദയത്തിലാണ്.